സോസേജ് വീട്ടിലുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു റൈസാണ് കേട്ടത്. ഹൈ ഹോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ്. അപ്പോൾ നമുക്കിന്ന് സോസേജ് റൈസ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇസ്ലാമിയുടെ സോസേജാണ് എടുത്തിട്ടുള്ളത്. ആ സോസേജ് ഇങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ട് റൗണ്ടിന് കട്ട് ചെയ്യണം കേട്ടോ. ആദ്യം എന്നും പറയണ പോലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സോസേജൊക്കെ ഇങ്ങനെ റൗണ്ടിന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ആദ്യം കട്ട് ചെയ്ത് വെച്ച സോസേജിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്യാം, 1 ടീസ്പൂൺ ഒറിഗാനോ ആഡ് ചെയ്യാം. അത് ഇട്ടിട്ട് നന്നായിട്ട് ഈ സോസേജിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഈ സോസേജ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് ആദ്യം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. എണ്ണ ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് പെരിഞ്ചീരകം 1/4 ടീസ്പൂണ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ കഴുകി വെച്ച അരിയാണ് ആഡ് ചെയ്യണത്. ഞാനിവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തുള്ളത്. ഇനി ഈ അരി ഒന്ന് ഈ സൺഫ്ലവർ ഓയിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ റൈസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കില്ല, നല്ല ടേസ്റ്റ് വേണം കഴിക്കാൻ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഈ അരി ഓൾറെഡി ഞാൻ സോക്ക് ചെയ്ത് വെച്ച കാരണം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം അങ്ങനെ കണക്കാക്കിയിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ റൈസ് നന്നായിട്ട് ഇങ്ങനെ വിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീരൊഴിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് 1 ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ സ്ക്വയർ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തുള്ളത് കേട്ടോ. അധികം ചെറുതാക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ബീൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബീൻസ് ഞാൻ ഇങ്ങനെ വലിയ പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്യണത് കേട്ടോ. കുറച്ച് സെലറീസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഇതേപോലെ ബീൻസ് കട്ട് ചെയ്ത പോലെ തന്നെ കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. ചോറിന് ആവശ്യമായ വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 വെജിറ്റബിൾസാണ് എടുത്തുള്ളത്: ക്യാപ്സിക്കം, ബീൻസ്, സെലറീസ്. ഇനി നമുക്ക് സോസേജ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യണത് കേട്ടോ. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ സോസേജ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സോസേജ് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. നമ്മളിതിലേക്കുള്ള റൈസ് ഓൾറെഡി റെഡി ആയിക്കണം കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല, അതാണ് ഇതിൽ ആഡ് ചെയ്യാറുള്ളത്. അപ്പോൾ സോസേജൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. അതിന് നേരെ ഈ റൈസിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള ഇങ്ങനെ സ്ക്വയറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ വഴന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഓവർ കുക്ക് ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അതിലേക്ക് ഞാൻ ഒരു മാഗി ക്യൂബാണ് ആഡ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ പാനൊന്ന് മൂടി വെച്ചിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ മാഗി ക്യൂബ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ വെജിറ്റബിളിൽ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് അവിടെ ഇവിടെയും കിടക്കും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സോയാ സോസാണ് ഞാൻ ആഡ് ചെയ്യണത്. പിന്നെ 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂണ് ചില്ലി സോസും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സോസ് വെജിറ്റബിളിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യണത് ഞാൻ കുരുമുളകും ഗരം മസാലയാണ് കേട്ടോ. 1 ടീസ്പൂണ് കുരുമുളക്, 1 ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ മസാല ഈ വെജിറ്റബിളിൽ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ വെജിറ്റബിൾ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ആ റൈസിലേക്ക് നമ്മൾ നേരത്തെ സോസേജ് ഇട്ടില്ല, അതേപോലെ തന്നെ ഈ വെജിറ്റബിൾ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.